ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിഗ് ബാനറിന് വളരെ ഇമ്പോർട്ടൻസ് ആയിരുന്നു പഴയ കാലങ്ങളിൽ. പിന്നീട് അത് മാറി ഡയറക്ടോറിയലായി, അത് കഴിഞ്ഞു ആക്ടേഴ്സിലോട്ട് വന്നു, വീണ്ടും അതിന് മാറ്റമുണ്ട്. പ്രൊഡ്യൂസർക്ക് എത്രത്തോളം റോളുണ്ട്, എത്രത്തോളം ഫ്രീഡം ഉണ്ട്, എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ? ഒരു നല്ല പ്രൊഡ്യൂസറിന് മാത്രമേ നല്ല സിനിമ നിർമ്മിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് അതായത് സിനിമയോട് ഇഷ്ടമുള്ള ഒരു പ്രൊഡ്യൂസറിന് മാത്രമേ നല്ല സിനിമ നിർമ്മിക്കാൻ പറ്റൂ. മറ്റുള്ളതൊക്കെ ലക്കാണ്. പക്ഷേ പ്രൊഡ്യൂസർക്ക് അങ്ങനെ നോ പറയാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി എനിക്കറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം എൻ്റെ സർക്കിളുള്ളവരൊക്കെ അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ടായിരിക്കും. ഞാൻ അല്ലാത്തവർ എൻ്റെ ഫ്രണ്ട്സ് ആയില്ലായിരിക്കും. അവരെല്ലാം ക്രിയേറ്റീവ്ലി അഭിപ്രായമുള്ളവരാണ്, നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്, നല്ല സിനിമ സെലക്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പം ഇന്ന് ബാനറിന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഒരു നല്ല ബാനറും നല്ല ഡയറക്ടറും ഉണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ ജോബ് ഇസ് ഡൺ ടുഡേ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ബിക്കോസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് വേണ്ടെന്നല്ല, ആർട്ടിസ്റ്റ് നമുക്ക് വേണം. പക്ഷേ അതൊരു ആ കഥയ്ക്ക് അവരെ ആവശ്യമില്ലെങ്കിൽ ധൈര്യമായി നമുക്ക് പുതുമകളെ വെച്ചും സിനിമ ചെയ്യാമെന്നുള്ളത് മലയാളം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് സ്റ്റോറി ആൻഡ് ക്രിയേറ്റിവിറ്റി, ഡയറക്ഷൻ ഇസ് ബിക്കമിങ് ദ കീ. അല്ലാതെ ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ടൊന്നും മാത്രം സിനിമ ഹിറ്റാവണമെന്നില്ല. നമുക്കൊരു ഇനിഷ്യൽ, ഇപ്പോൾ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അതിനുശേഷം സിനിമ നന്നായാൽ മാത്രമേ ഇത് ഓടുകയുള്ളൂ. സെക്കൻഡ് ഡേ തൊട്ടിട്ട് പടം മോശമാണെങ്കിൽ എപ്പം തിയേറ്ററിൽ നിന്നും എടുത്ത് മാറ്റി എന്ന് വെച്ചാൽ മതി. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് നമുക്ക് സെക്കൻഡ് ഡേ തൊട്ടുള്ള കളക്ഷൻ മതി. ഡിസ്കഷനിൽ ഇത്രയും തമാശയുണ്ടോ? ഞങ്ങൾ ഫുൾ തമാശയാണ്. നമ്മളെപ്പോഴും പറയും ക്ലീൻ സ്ലേറ്റിൽ എഴുതാൻ എളുപ്പമാണ്, ഒന്നും ഒരു ബ്ലാങ്ക് ഹെഡാണെങ്കിൽ മോൾഡ് ചെയ്യാൻ എളുപ്പമാണെന്നൊക്കെ. എത്രത്തോളം ടാസ്ക് ഉണ്ടായിരുന്നു, എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഈ സിനിമ അറിയാത്ത, സിനിമയെ കണ്ടും കേട്ടും മാത്രം അറിഞ്ഞ കുട്ടികളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ? അത് കമ്പയർഡ് ടു നമ്മൾ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയേക്കാൾ മച്ച് ഈസിയർ ഒരു പ്രോസസ്സായിരുന്നു അത്. കാരണം അത് അവരൊരു ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങ് പറഞ്ഞു തല കയറ്റാതിരുന്നാൽ മതി. അത് ചുമ്മാ നിർത്തുക. ഡയറക്റ്റ് മോസ്റ്റ്ലി ഞങ്ങൾ റിഹേഴ്സൽസ് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ സ്ക്രിപ്റ്റ് എന്താണ്, അവർ ചെയ്യുന്ന ക്യാരക്ടർ എന്താണ് ആ സിനിമയ്ക്കകത്ത്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, അല്ലെങ്കിൽ അത് ഏത് പരിധി വരെ പോകാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി സിനിമയ്ക്ക് മുമ്പ് അവരുമായിട്ട് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അറിയാം. അപ്പോൾ ഇംപ്രൂവൈസേഷൻ ഒരുപാട് നടന്നിട്ടുണ്ട് അവരുടെ ക്യാരക്ടറിലും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡം അവർ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. മാത്രമല്ല നമ്മൾ സിനിമയുടെ ഒരു മേക്കിംഗ് രീതി തന്നെ ഈ അങ്കമാലി ഡയറീസിൻ്റെ ഇപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ ഒരു ലൈക്ക് സിറ്റുവേഷനിൽ നിൽക്കുക, അത് റിയൽ ടൈമിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈമിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ് ആയതുകൊണ്ട് ഒരുപാട് ലോങ് ടേക്സ് ഉണ്ട് സിനിമകളിൽ. അതായത് എൻറ്റയർ സീനും ലെങ്തി ഷോട്ട്സ് ഒരുപാട് ഉള്ള സിനിമയാണ് ഡയറീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒരിക്കലും ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല. നമ്മളൊരു കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്നൊരു കട്ട് എടുത്ത് പിന്നെ അയാൾ എഴുന്നേറ്റ് അയാൾ എൻറ്റയർ ആ ചിന്താ രീതി മാറ്റി പിന്നെ വീണ്ടും വന്നിരുന്ന് പിന്നെ അയാളുടെ എക്സ്പ്രഷൻ മാറുന്ന പോലെ ഇല്ല. നമ്മളൊരു എൻറ്റയർ സീക്വൻസ് ഒറ്റ ടേക്കിലായിരിക്കും ചിലപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ഗുണം ആക്ച്വലി ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങളെയും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാം. എൻ്റെ ക്ലൈമാക്സ് ഷോട്ട് ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആണ്. 11 മിനിറ്റുള്ള, അത് ഇതുവരെ നമ്മൾ എവിടെ പറഞ്ഞിട്ടില്ല. ആക്ച്വലി 11 മിനിറ്റുള്ള ഒറ്റ ഷോട്ടാണത്. ഒരു 600-700 ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ആർട്ടിസ്റ്റുകൾ നാട്ടുകാരോടൊപ്പം 10,000 പേരോളം ഉള്ള ഒരു സീൻ. സിനിമയിലുള്ള മിക്കവാറും ഉള്ള എല്ലാ ആൾക്കാരും അതിനകത്തുണ്ട്. അത് ഒറ്റ ഷോട്ടാണ്. 2 ദിവസം ഒരു ദിവസം ഫുള്ള് പ്രാക്ടീസ് ചെയ്തിട്ട് നൈറ്റ് 2 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് നടന്നില്ല. പിന്നെ അടുത്ത ദിവസം പ്രാക്ടീസ് ചെയ്ത് അടുത്ത ദിവസം നൈറ്റാണ് അത് ആ ഒറ്റ ഷോട്ട്. ഒരാളുടെ കൈ ഒടിഞ്ഞു, ഒരാളുടെ മൂക്കൊടിഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ അത് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. ഞാൻ ആ സീനിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കറിയാവുന്നത്. ബട്ട് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദ ഗിരീഷ് ഗംഗാധരൻ ക്യാമറ DOP. നമ്മൾ ഒരു ഷോട്ട് ഡിസൈൻ ചെയ്യാണല്ലോ, പിന്നെ അതിനിടയിൽ ഒരാൾ ഫ്രണ്ടിൽ വന്ന് ചിരിച്ചാൽ പോലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോരതിന് ഇത്രയും ലെങ്തി ഷോട്ട്, അതിനകത്ത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഇതുമുണ്ട്, സീക്വൻസസും ഉണ്ട്.
ഫൈറ്റാണത്, ഒരു ലെങ്തി ഫൈറ്റാണത്. റിഹേഴ്സലിലൊക്കെ എത്രത്തോളം ഇത് ചെയ്തു? ചില ഇപ്പൊ ഇത്തരത്തിലുള്ള സീക്വൻസിന് വേണ്ടി നമ്മൾ പ്രോപ്പർലി റിഹേഴ്സ് ചെയ്യേണ്ടി വരും. കാരണം ആളുകൾക്ക് അപകടം ഉണ്ടാവരുതല്ലോ. കാരണം കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള സീക്വൻസ് ആയിരുന്നു അതെല്ലാം. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ദൈവാനുഗ്രഹമുള്ളൊരു ഒരു പ്രോജക്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സിറ്റുവേഷൻസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഒന്നും മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സർവൈവ് ചെയ്തു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷമാണ്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ കുട്ടികളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മേയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതേ കാര്യത്തിൽ അവർക്ക് 5 അഭിപ്രായം ഉണ്ടാവും. അവരെത്ര വിനീതരായാലും വിധേയരായാലും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായോ എന്ന് വെച്ചാൽ അവരെ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒരു ഇല്ല, ഡയറക്ഷൻ കുറച്ചുകൂടി ഫാസിസ്റ്റിക് ആയിട്ടൊരു അപ്രോച്ചാണ് വർക്കാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് എന്താണ് വേണ്ടത് നമ്മളത് അവരിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് മിക്കപ്പോഴും വർക്കാവുക. ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഒരാൾ പറയുന്നത് ബെറ്റർ ഒപ്പീനിയൻ ആണെന്ന് തോന്നിയാൽ നമ്മളത് അത് ഫോളോ ചെയ്യുക എന്നുള്ളത് ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ നല്ല ഒരു സജഷനാണ് ആൾ പറഞ്ഞത് എന്ന് അതിനോട് നമ്മൾ മറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവും ഒരു സീൻ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യേണ്ടത് എന്ന്. അത് നല്ല ബോധ്യത്തോടു കൂടിയായിരിക്കും നമ്മൾ സെറ്റിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതിലെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സാധാരണ എനിക്കറിയാൻ പാടില്ല ഇത്തരത്തിലുള്ളൊരു വലിയ യങ് ക്രൗഡ് ഒരുമിച്ചൊരു സ്ഥലത്ത് വരുമ്പോൾ നാച്ചുറലി അവർക്കിടയിൽ പ്രശ്നങ്ങൾ സാധാരണമാണ്. പക്ഷേ ഇത് നേരെ തിരിച്ചായിരുന്നു. വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയ ടീമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അത് ഇപ്പോഴും അവർ ആ സൗഹൃദം ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് നൽകി ഇത്രയും പേർക്കുള്ള അക്കോമഡേഷൻ പിള്ളേരായതുകൊണ്ട് കുഴപ്പമില്ല, ടെന്റ് കെട്ടി ഇവരെല്ലാം ആ ഭാഗത്തു നിന്നുള്ളവരായതുകൊണ്ട് അങ്ങനെ ഒരു വൈകിട്ട് ഗോ ടു ദ ഹൗസസ് ക്ലാസ്സസ് വൈകിട്ട് ഗോ ടു ദ ക്ലാസ്സസ് കാലത്ത് കട്ടൻ ചായ പിടിച്ച് സെറ്റിൽ വരാം. പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും നമ്മളെ ഇത്രയും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് സിനിമ ചെയ്യുന്ന സംവിധായകൻ അത് ഈസിയായി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, നമ്മൾ അതാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. അത് ലിറ്ററലി നമുക്കൊരു സിനിമ ചെയ്യുന്നൊരു ഫീലൊന്നും ആയിരുന്നില്ല ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പോൾ. നമ്മൾ ലിറ്ററലി എല്ലാ ദിവസവും എത്തുന്നു, നമുക്ക് മാർക്കറ്റിലാണോ ഷൂട്ട് ചെയ്യേണ്ടത്, മാർക്കറ്റിൽ ചെന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കടയിൽ നമ്മൾ ഓടി കയറുന്നു, ക്യാമറ വയ്ക്കുന്നു. അപ്പോൾ പല ആൾക്കാരും വന്ന് നമ്മുടെ ചെയ്യുന്നത് ഞങ്ങളുടെ കടയിൽ ഷൂട്ട് ചെയ്യണില്ലേ, അവിടെ സീൻ വേണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ കടയിൽ വീട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുന്നു. അല്ലെ, നാട്ടിൻപുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ത്രില്ലാണത്. ഭയങ്കര സ്നേഹമുള്ള മനസ്സുകൊണ്ട് വന്ന് വരൂ. അവര് ഇവരൊക്കെ എല്ലാവരും അവിടെ ഉള്ളവരാണ്. അവിടെ കണക്ഷൻസ് എല്ലാവരും എന്തെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആണ്. അപ്പൊ അതിന്റെ കുറെ ഗുണങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി പിന്നെ അവരുടെ ഒരു നാടിന്റെ സിനിമയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളൊരു സാധനം അതിനകത്ത്. നായകന്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത് ചെമ്പന്റെ വീട് തന്നെയാണ്. അത് ശരി, ചെമ്പന്റെ പഴയ വീടാണ് നായകന്റെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ചർച്ചും അങ്ങനെ. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് ആ സ്ട്രീറ്റും ആ വീടും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ വേറെ പല വീടുകൾ കാണിച്ചു തന്നിട്ട് എനിക്ക് അത് തന്നെയാണ് കൺവിൻസിങ് ആയിട്ട് തോന്നിയത്. പക്ഷെ അത് എൻ്റെ ഒത്തിരി സിനിമയ്ക്ക് അത് ഭയങ്കരമായിട്ട് ചേർന്ന് നിന്നു. ചർച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആമേനിലേക്ക് പോകുന്നു. ആ ചർച്ച് ഇത്രയും ഒരു പഴമയോടുകൂടി അത് എത്രത്തോളം ബുദ്ധിമുട്ടി അങ്ങനെ കണ്ടുപിടിക്കാൻ? അല്ല, അത് സെറ്റിട്ട ചർച്ചാണ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ചകൾ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് അതിൻ്റെ ഒരു അവൈലബിലിറ്റിയും. പക്ഷെ ഇത്തരത്തിലൊരു പഴമ സൃഷ്ടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയില്ലേ? അല്ല, ഉറപ്പായിട്ടും അതിനും ഓരോ സിനിമയ്ക്കും ഒരു വലിയ എഫേർട്ട് അതിന് പുറകിലുണ്ട്. അത് ഒരാളുടെ മാത്രമല്ല, ഒരു എൻ്റയർ ടീമിൻ്റെ എഫേർട്ടാണല്ലോ. അപ്പോൾ ആമേന് അത്തരത്തിലുള്ളൊരു മാസീവ് സ്കെയിലുള്ളൊരു സെറ്റും അത്തരത്തിലുള്ളൊരു സാധനങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് അത്തരത്തിലുള്ള നമുക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന തരത്തിലുള്ള സീക്വൻസ് ഡിസൈനിങ് ഉണ്ട് നമ്മുടെ സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് ഈ ആക്ടേഴ്സിനെ കൊണ്ട് പെർഫോം ചെയ്യിച്ചെടുക്കുക എന്നുള്ള ഒരു ടാസ്ക്കൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് നമ്മളെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഓരോ സിനിമയ്ക്കും അതിൻ്റെ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ചലഞ്ചസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സിനിമ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഒരു പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, അതിനുമ്പൊരു മീഡിയ ഹെഡാണ്, ജനങ്ങളുമായിട്ട് അടുപ്പമുണ്ട്, സോഷ്യൽ ഇഷ്യൂസ്, സമൂഹം,
വി റീഡ് നോട്ടീസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡ് നമ്മൾ വായിക്കുന്നു. നമ്മളെല്ലാ എത്രത്തോളം സ്ത്രീ സുരക്ഷയുണ്ട് ഇവിടെ, എത്രത്തോളം സ്ത്രീകൾ സേഫാണ്? അല്ല, അതിപ്പം ഇന്ത്യയിൽ മൊത്തത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ കേരളം മാത്രമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ കുറേ കൂടെയൊക്കെ മീഡിയ അലേർട്ടാണ്, അതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് അവിടെ ഒന്നും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു, വളരെ നല്ല കാര്യമാണ്. ബട്ട് സുരക്ഷ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇച്ചിരി ഡേഞ്ചറസ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു റെഡ് ഫ്ലാഗിനുള്ള ടൈമായി, അലാം ആയി. ഇപ്പം നടക്കുന്ന നമ്മുടെ കോസ്റ്റാറിന് പറ്റിയിട്ടുള്ള ഇഷ്യൂ വിച്ച് ഇസ് ഹൈലി എന്താണ് പറയുന്നത്, ഡേഞ്ചറസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ലെവലിൽ ക്രോസ് ചെയ്തു. ബിക്കോസ് 8:30 in the evening കൊച്ചിൻ സിറ്റി, അതായത് ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ, അവരെ അറിയാവുന്ന, അത് അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ചില ആൾക്കാർ ചേർന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അൺഇമാജിനബിൾ. സംവിധായകൻ്റെ കണ്ണുകൾ എപ്പോഴും ഡിഫറെൻ്റ് ആണ്, നമ്മൾ കാണാത്ത തലങ്ങൾ കാണും. ഈ ജനങ്ങൾ എത്രത്തോളം അലേർട്ടാണ് എന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ വന്ന് പ്രതികരിക്കുമെന്നല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഒരു നടു റോട്ടിൽ ഒരു ആക്സിഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരം സംഭവം ആയിക്കോട്ടെ, എന്തുകൊണ്ടായിക്കോട്ടെ, പക്ഷെ ആൾക്കാരുടെ പ്രതികരണശേഷി എപ്പോഴെങ്കിലും അങ്ങനെ നിരീക്ഷിച്ചിട്ടുള്ളൂ? അല്ല, എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിഭാഗം അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു വിഷയമാവും മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അപ്പോൾ നമ്മൾ എന്താണോ കണ്ട് വളർന്നിട്ടുള്ളത് അതാണ് നമ്മൾ മിക്കപ്പോഴും ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ അതിൽ ഇടപെട്ടാൽ നമുക്ക് പ്രശ്നമാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതും സത്യം. അവിടെ നിന്നാണ് നമ്മുടെ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ വളരെ ഇന്റൻഷനലായിട്ട് അത്തരത്തിലുള്ള പരസ്യങ്ങൾ വരെ വന്നു തുടങ്ങി. അതായത് ഹോസ്പിറ്റലിൽ ഒരാളെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനോണിമസ് ആയിട്ട് അയാളെ അവിടെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാം. കാരണം മുമ്പ് പല ആളുകളും ഇടപെടാത്തത് ഇതിന് പുറകെ പിന്നെ ഒരു മാസം നടക്കണവർ ഈ ഹെൽപ്പ് ചെയ്യുന്ന ആൾ എന്നുള്ള കാരണമുണ്ട്. അപ്പോൾ പറഞ്ഞ് വെച്ചിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു ഇൻഹിബിഷൻസ് ഒക്കെ ആൾക്കാർ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള കുട്ടിക്ക് സംഭവിച്ച പോലെ, അപ്പോൾ ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടല്ല അതിന് ഫോക്കസ് കൊടുക്കേണ്ടതും ഹൈലൈറ്റ് ചെയ്യേണ്ടതും. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വീട്ടിൽ നടക്കാം, നമ്മുടെ അയൽവക്കത്ത് നടക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 15-20 കിലോമീറ്റർ അപ്പുറമാണ് ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നടക്കുമോ എന്ന് ഉള്ള തോന്നലിലിരുന്ന ആൾക്കാർക്ക് ലിറ്ററലി അത് ഷോക്കിംഗ് ആണ്. കാരണം ഇവിടെ നടക്കാം വെരി നെക്സ്റ്റ് എൻ്റെ നമ്മുടെ നൈബറിനും നടക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും നടക്കാം. അപ്പോൾ അത് ഏറ്റവും പ്രൈമായിട്ട് ചെയ്യേണ്ടത് ഇതിന് ഒരുപാട് ഡിലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാനായിട്ട് പോകാതിരിക്കുക എന്നുള്ള ഇത് മാത്രമാണ് ഇതിനകത്തുള്ള സൊല്യൂഷനുള്ളൂ. ഏതൊരു നാട്ടിലും അതിൻ്റെതായ നല്ല പെട്ടെന്ന് നമ്മൾ ആശ്രയിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ചിലയിടത്ത് ഫുഡായിരിക്കാം, തലശ്ശേരി എന്ന് പറയുമ്പോൾ ബിരിയാണി, കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഭക്ഷണം, അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്കമാലിയുടെ പ്രത്യേകതകൾ ഒരു അങ്കമാലിക്കാരന് പ്രത്യേകിച്ച് അത് പറയാൻ പറ്റും. ക്യാമറ കണ്ണിലൂടെ പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കും. അങ്കമാലിയുടെ പ്രത്യേകത അങ്കമാലിയിലെ പന്നി കച്ചവടമാണ് ആക്ച്വലി. അപ്പൊ അത് ബേസിക്കലി ഫിലിമിന്റെ ഒരു പോർക്കാണോ ഇട്ടിങ്ങനെ വറക്കണേ? അമ്മ ഞാൻ വെജിറ്റേറിയൻ ആണ്, പക്ഷെ എന്നാലും യമ്മീൻ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് അവിടുത്തെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. പോർക്കും കൂർക്കയിട്ട് വെക്കുന്ന. അതിൽ കൂർക്കയിടും. കൂർക്കയും പോർക്കും ആണ് അതിന്റെ കോംബോ. അതാണ് റൈമിംഗ് ആണ് വേർഡ് വരെ. അവിടുത്തെ ഒരു സ്പെഷ്യലാണ് അത്. പിന്നെ അവിടെ വെജിറ്റേറിയൻ ഒക്കെ അവിടെ ഉണ്ടോ തന്നെ നമുക്ക് ഫുഡ് കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് തരത്തിലുള്ള മോസ്റ്റ്ലി നോൺ വെജ് ആയിരിക്കും. പക്ഷെ ഞങ്ങളെല്ലാവരും അവിടുത്തെ ആ ഏരിയയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ലിജോ എത്രത്തോളം ഫുഡിയാണ്? ഞാൻ അത്ര വലിയ ഭീകരമായ ഫുഡി അല്ല, എന്നെ പരിചയമുള്ള ആൾക്കാർക്ക് അത് അറിയാം. എന്നാൽ ഇത് പറയുമ്പോ വിജയ് ബാബു എന്ന് പറയുമ്പോ വിജയ് ബാബു നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും അത് ആസ്വദിക്കും. പക്ഷെ എന്നിട്ട് എന്നാലും അതിനൊക്കെ ഒരു കൺട്രോളും ലിമിറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് വിജയ് നിൽക്കുന്ന പ്രൊഫഷന്റെ കൂടി പ്രശ്നമാണ്. എനിക്കിപ്പോ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ സിനിമകൾ വളരെ സട്ടലായിട്ടാണ്. പണ്ടത്തെ പോലത്തെ ഒരു എക്സാജറേഷനും ഓവർ ആക്ടിങ് ഒന്നുമില്ല. എങ്ങനെ എന്തൊക്കെ പ്രത്യേകതകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം? ഇല്ല, ഈ സിനിമ ആസ് എ ഹോൾ അതൊരു നമുക്കില്ലാത്ത തരത്തിലുള്ളൊരു സിനിമ ആയിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു ഓഡിയൻസിനൊരു പർട്ടിക്കുലർ തരത്തിലുള്ള
സിനിമയാണെന്ന് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തി തിയേറ്ററിലേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള സിനിമയായിരിക്കില്ല. അപ്പോൾ അത് കംപ്ലീറ്റ്ലി വേറെ തരത്തിലുള്ളൊരു ഒരു സിനിമ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്കതൊരു നമ്മൾ കാണാത്ത തരത്തിലുള്ള സിനിമ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കാം. അതിൽ തന്നെയാണ് കാണാത്തൊരു സിനിമ ഇതുവരെ, അത് തന്നെ ജനങ്ങളിൽ കറക്റ്റ്, ജനങ്ങൾ അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കേരളക്കര ഏറ്റെടുക്കട്ടെ എല്ലാ സിനിമകളിലെ പോലെയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.